നമ്മളിപ്പോ ഇന്ന് വളരെ വിഷമത്തിലാണ്. പട്ടിണി കിടക്കുന്നു എത്രയോ സാധുക്കൾ. ഇന്ത്യ ഗവൺമെന്റിന്റെ പുതിയ നോട്ട് മാറ്റം കൊണ്ട് വലിയ വലിയ പണക്കാർക്കൊന്നും നാശമുണ്ടാവില്ല. അവരൊക്കെ നേരത്തെ തന്നെ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവർക്ക് കുറെ അങ്ങ് പോയാലും വേറെയുണ്ടാവും. നമ്മളെ നാടുകളിൽ അധ്വാനിക്കാൻ പോകുന്ന പാവപ്പെട്ടവൻ ഒരു ദിവസത്തെ കൂലി കൊണ്ടുവന്ന് അങ്ങനെ ഒരാഴ്ചത്തെ കൂലി ഒരുമിച്ച് കൂട്ടി 5000-ഓ 6000-ഓ അല്ലെങ്കിൽ 10000-ഓ ഉണ്ടാക്കി വെച്ച പാവപ്പെട്ട മനുഷ്യന് അരി വാങ്ങാനും ചായപ്പൊടി വാങ്ങാനും വെള്ളം വാങ്ങാനും വഴിയില്ലാതെ ഇന്ന് അങ്ങേയറ്റം ഒഴിഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ത്യ ഗവൺമെന്റ് ചിന്തിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ജനങ്ങൾക്ക് അല്പം കൂടി അവധി നീട്ടിക്കൊടുക്കുകയും അതാ വെയിൽ കൊണ്ട് റോട്ടിന്റെ നടുവിൽ വീണ് മരിക്കുന്നു ജനങ്ങൾ. ബാങ്കിലേക്ക് ക്യൂ നിന്നിട്ട് അതാ വെയിൽ കൊണ്ട് വെള്ളം കുടിക്കാനില്ലാതെ വീട് മരിക്കുകയും വീട് തലവേദനയാവുകയും തലപൊട്ടുകയും ചെയ്യുന്ന ഈ അവസ്ഥ കണ്ട് ഇന്ത്യ ഗവൺമെന്റ് പരിഹാരമുണ്ടാക്കുമെന്ന് നാം മനസ്സിലാക്കുകയാണ്. ഗവൺമെന്റിനോട് നമ്മൾ പറയുന്നു, പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. ഇത്രയും ധൃതിപ്പെട്ട് ഒറ്റ ദിവസം കൊണ്ട് നടപ്പിൽ വരുത്തിയാൽ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളാണ് വിഷമിക്കുന്നത്, കഷ്ടപ്പെട്ട ജനങ്ങളാണ് വളരെയധികം വീണ്ടും കഷ്ടപ്പെടുന്നത് എന്ന് ഗവൺമെന്റിനോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തൊരു ബുദ്ധിമുട്ടിലാണ്, എത്ര സ്ഥാപനങ്ങളാണ് പൂട്ടിപ്പോയി. ഒരു ദിവസത്തെ അരിയും പഞ്ചസാരയും ചായപ്പൊടിയും വാങ്ങിക്കൊടുക്കാൻ കാശില്ലാത്തതിന്റെ പേരിൽ സ്ഥാപനങ്ങൾ ഇതാ പൂട്ടിക്കൊണ്ടിരിക്കുന്നു, കമ്പനികൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു, എത്രയോ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഗവൺമെന്റ് അറിയുന്നില്ലെന്ന് വെച്ചാൽ ഇവിടുത്തെ നേതാക്കളൊക്കെ ആ വിവരം ഗവൺമെന്റിനെ അറിയിച്ചിട്ട് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾ കൂടി അറിയിച്ച് എല്ലാവരും അറിയിച്ചുകൊണ്ട് ഗവൺമെന്റ് ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കണമെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിർത്തി ഇവിടെ ഐക്യത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.